നിലപാട് മാറ്റം യൂ ടേൺ എന്നൊക്കെ പറഞ്ഞ പച്ച വണ്ടി എന്താ? ശബരിമലയിൽ യുവതികൾ കയറണ്ട. കൃത്യം 7 വർഷം മുമ്പ് 7.5 വർഷം മുമ്പ് പറഞ്ഞൊരു വരി ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ആരാ പറഞ്ഞ? പിണറായി വിജയൻ. പിന്നെ ആരാ പറഞ്ഞ? കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി സാഹിബ് ഇന്നില്ല, പിണറായി വിജയൻ ഇന്ന് അതിനേക്കാൾ ശക്തിയിൽ നിൽപ്പുണ്ട്. എവിടെ പോയി? എന്താ കാരണം? ശരി, ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തർക്കും അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. ഇപ്പം ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്ന് പറയുന്നവർക്ക് നോക്കൂ, ശബരിമലയിൽ ഈ സ്ത്രീകൾ കയറണ്ട, യുവതികൾ കയറണ്ട ഇതിനൊരു ആചാരമുണ്ട്, അതിന് പിന്നെ ഒരു കഥയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ പറയും. അതുകൊണ്ട് സ്ത്രീകൾ കയറണ്ട, യുവതികൾ കയറണ്ട. യുവതികൾ കയറണമെന്ന് പറയുന്നവർക്കുള്ള ന്യായം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഏത് ആരാധനാലയത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും മനുഷ്യൻ്റെ മൗലികമായ അവകാശങ്ങളെ ലംഘിക്കുന്ന ഒരാചാരവും എന്ത് വിശ്വാസവും അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും എല്ലാം ഭരണഘടനയ്ക്ക് താഴെയാണ്, ഈക്വാളിറ്റിയുടെ ലംഘനമാണെന്ന് പറഞ്ഞ് അതിന് എതിർക്കാം. CPM എന്തിനാണ് ആദ്യം യുവതികൾ കയറണ്ട എന്ന് തീരുമാനിച്ചത്? രണ്ടാമത് യുവതികൾ കയറണമെന്ന് തീരുമാനിച്ചത്? രണ്ടാമത് യുവതികൾ കയറണ്ട എന്ന് ഇപ്പോൾ തീരുമാനിച്ചത്? എന്താ കാരണം? വോട്ടിന് വേണ്ടിയാണെന്ന് പറയുമെന്ന് തോന്നുന്നു, അതാണ് സത്യമെങ്കിൽ. പക്ഷേ ഒരു ന്യായം വേണ്ടേ? അന്ന് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിൽ ഒരു ദിവസം ഒരു മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഒരു വെളിപാട് തോന്നി എഴുതി കൊടുത്തതല്ല. അത് പാർട്ടി വിശദമായി ചർച്ച ചെയ്ത ശേഷം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ശബരിമലയിൽ യുവതികൾ കയറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം ഈ വിഷയത്തിൽ അറിയാവുന്ന തന്ത്രിമാരോ അവരോടൊക്കെ ചോദിച്ചിട്ട് കോടതി ഉചിതമായ തീരുമാനം എടുത്തോളൂ, ഇതായിരുന്നു നിലപാട്. ഇപ്പോൾ അതല്ല, ഞങ്ങളുടെ അഭിപ്രായം തന്നെ കയറണ്ടെന്നാണ്. അപ്പോൾ ഇതിന് പാർട്ടി ചർച്ച ചെയ്തോ? പാർട്ടിയിൽ ഈ നിലപാട് മാറ്റം ചർച്ച ചെയ്തോ? നിലപാട് മാറ്റം അംഗീകരിച്ചോ? അതുപോലെ തന്നെ LDFിൽ ഈ വിഷയം ചർച്ച ചെയ്തോ? മന്ത്രിസഭ ചർച്ച ചെയ്തോ? അതിൽ LDFും മന്ത്രിസഭയും നമുക്ക് രണ്ടാമത് എടുക്കാം. പാർട്ടി തീരുമാനം മാറ്റിയോ? അതോ സർക്കാർ മാത്രമേ നിലപാട് മാറ്റിയുള്ളൂ? എന്താണ് CPMൻ്റെ നിലപാട്? ഇതിനൊന്നും വ്യക്തമായ മറുപടി പറയാൻ പോകുന്നില്ല. അതിങ്ങനെ ഒഴുക്കുന്ന വിശ്വാസികൾക്ക് എതിരാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മറ്റതാണ് മറിച്ചാണ്, കോൺഗ്രസ് ചെയ്തില്ലേ, BJP ചെയ്തില്ലേ മുതലായ ഒഴുക്കൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതിനെ മറികടക്കാനാണ് പോകുന്നത്.